മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇപ്പോൾ പിള്ളേരെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിള്ളേരെ കൂട്ടാനായിട്ട് സ്കൂൾ ബസ് കുറച്ച് റോഡ് സൈഡിലാണ് വന്നിക്കുക. ഇത് കുറച്ച് ഉള്ളിലേക്കാണല്ലോ. അപ്പം നടന്ന് പോകാനുണ്ട്. നമുക്ക് നടന്ന് പോയി അവരെ കൂട്ടിക്കൊണ്ട് വരണം. ഡെയിലി നമ്മൾ അങ്ങനെ കേട്ടോ അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അത് ഡെയിലി അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചിവിടെ നടക്കാനുള്ളൂ. നമ്മൾ റോഡ് മുഖേന പോവുകയാണെങ്കിൽ കുറച്ചധികം ദൂരമുണ്ട്. ഒരു 5-10 മിനിറ്റ് ആവും നമ്മൾ അവിടെ എത്താനായിട്ട്. ഇവിടെ ഒരു ഇടവഴിയുണ്ട്. ഇടവഴി കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ വേഗം എളുപ്പത്തിൽ എത്താൻ പറ്റും. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-10 ആകുമ്പോഴത്തേക്കും പിള്ളേർ വരും. ഇപ്പോൾ 4:45 4:50 എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പിള്ളേരെ പോയി കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. പെട്ടെന്ന് സ്റ്റക്കായതേ, ഇതിലൂടെ ആരോ നടന്നു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് വല്ല പ്രാന്തമാണെന്ന് വിചാരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടായിരുന്നതാണ്. അപ്പം നമുക്ക് അവരെ പോയി വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഷാമിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രസ്സ്. ഷാമിൻ്റെ ഓഫീസ് വരെ ഒന്ന് പോയിരുന്നു. ഓഫീസ് എൻ്റെ ഉള്ളിൽ കയറിയില്ല. നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് പോയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ ഡ്രസ്സ് തന്നെ ഞാൻ മാറ്റാതെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇത് അവർ പിള്ളേരെ കൂട്ടാൻ മുമ്പ് വീട്ടിലെടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറെ ഇടണം. അപ്പോൾ ഈ വീണ്ടും മാറ്റി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരട്ടെ. ബാ. മോളി ചേച്ചിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇനി നിൽക്കാൻ സമയമില്ല, നമുക്ക് സമയമായി പോകാനായിട്ട്. അപ്പോൾ ഇതാ ഈ വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മഴയൊന്നുമില്ല കേട്ടോ. നല്ല സമാധാനത്തോടെയുള്ള കാലാവസ്ഥ കാണിച്ചു തരാം. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുടയൊന്നും എടുത്തിട്ടില്ല. മഴയുടെ സ്വഭാവം അനുസരിച്ച് പെട്ടെന്ന് വരുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. വേഗം എന്തായാലും നടക്കുമ്പോൾ ഭയങ്കര കിതപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, പ്രായമായി വരികയല്ലേ ഈശ്വര. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം പോയിട്ട് വരാം. പിള്ളേരെ എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഞാനാണെങ്കിൽ മൈക്കൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇടവഴി. ഇതിലൂടെയാണ് നടന്നു പോകുന്നത്. എന്നിട്ട് നമ്മൾ റോഡിലേക്ക് കയറുവേ. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ. ഇനി കുറച്ച് നേരം എന്തായാലും അവിടെ നിൽക്കേണ്ടി വരും. പറഞ്ഞ സമയത്തിന് വരൂല കേട്ടോ. പിന്നെ ഇവർ വരുന്ന വഴിക്കൊക്കെ ഫുൾ ട്രാഫിക്കാണ്. കൊണ്ടോട്ടി കടന്ന് വേണം ഇവർ വരാൻ. അപ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ എന്തായാലും കുറച്ച് ലേറ്റാവും. നമ്മളവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് അത് അനുസരിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് അത് ഇറങ്ങുക കേട്ടോ. സ്റ്റക്കാവുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ, വേറെ ഒന്നുമല്ല, കിതപ്പ്. അതാ നമ്മൾ സ്ഥിരമായിട്ട് പിള്ളേരെ വിളിക്കാൻ വരുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്തൊരു സ്കൂളും കൂടെ ഉണ്ട്. നമ്മളിവിടെ അഡ്മിഷൻ ചോദിച്ചാണ്, സംഭവം കിട്ടിയില്ല. അപ്പം പിന്നെ പോട്ടേന്ന് വിചാരിച്ച് വേറെ സ്കൂളിലേക്കാക്കി. എന്തായാലും അവർ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. നല്ല വെയിലുണ്ട് ഗൈസ്. എന്താ ഇവിടെയാണ് സൂര്യൻ വന്നടിക്കുന്നത്, കാണിച്ചു തരാം. ഇവിടെ വന്നാലുണ്ടല്ലോ നല്ല കൊതുക് കടി ഫ്രീയാണ്. ഉള്ള കൊതുക് മുഴുവനെ കടിച്ച് തിന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടിട്ട് വരികയും ചെയ്തു. വല്ലാത്ത പാടാണ്. അവരെത്തിയിട്ടില്ല കേട്ടോ. സമയം ഒത്തിരിയായി. സമയം 5 മണിയായിട്ടോ. അവരിതുവരെ എത്തിയിട്ടില്ലേ. എന്താ അറിയില്ല, ചിലപ്പോൾ ട്രാഫിക് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. എൻ്റെ നെഗൊക്കെ അങ്ങ് വെട്ടിയിട്ടോ. വേറൊന്നുമല്ല, പെട്ടെന്നൊരു ചേഞ്ച് വേണമെന്ന് തോന്നി, അങ്ങനെ വെട്ടിയതാണ്. ഇപ്പം നമ്മുടെ പിള്ളേർ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടിച്ച ഹായ് പറഞ്ഞേ. ഹായ് സേ ഹായ്. ഹായ്. ഇതാ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഇവർ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോയി ഉണ്ടാക്കി കൊടുക്കണം അല്ലേ കുട്ടുസ? എന്താ അമ്മ ഇന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേ? ഫ്രൈഡ് ചിക്കൻ. നീണ്ട കൊതുകടിക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. കുട്ടുസ കുറേ തവണ വീണേ. അതുകൊണ്ട് ഞാൻ അവൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ ഞാൻ തന്നെ പിടിച്ചേ. മഴ പെയ്തുകൊണ്ട് വലിയൊരു ദുരിതം എന്താണെന്ന് വെച്ചാൽ കൊതുകാണ്. കൊതുക് വല്ലാത്തൊരു സാധനം, കടിച്ച് നമ്മളെ കൊല്ലും. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കൂട്ടിലെത്തിയിട്ടുണ്ട്. ഫുള്ള് കൊതുകടിയായിരുന്നു കേട്ടോ. മൊത്തം കൊതുക് എന്നെ തിന്നിട്ടുണ്ട്. ഹായ് 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 സേ ഹായ്. കുട്ടൂസിനെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിൽ പോയി എന്ത് പറഞ്ഞു കൊടുത്തേ അവരോട്? സ്കൂളിൽ പോയി. കുട്ടൂസ് സ്കൂളിൽ പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അവനിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പ്രോത്സാഹിപ്പിക്കും എന്നെ. അമ്മേ വീഡിയോസൊക്കെ എടുക്കുന്നത് കുഞ്ഞുസും പറയും. കുഞ്ഞുനും ഇഷ്ടമാണ് അല്ലേ നമ്മൾ വീഡിയോയിലൊക്കെ വരുന്നത് കാണാൻ? യെസ്.
പാൻ്റൊക്കെ ഒരു ഇരിപ്പായിട്ടോ. സ്വപ്നലോകത്തെ ബാലഭാസ്കറിനെ പോലെ ഒരാൾ യൂണിഫോം ഊരുന്ന തിരക്കിലാണ്. കുറേ നാളായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഫ്രൈഡ് ചിക്കൻ വേണമെന്ന്. എന്നാൽ പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി ബോൺലെസ് ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തായാലും ഏകദേശം ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പണിപ്പുരയിലാണ്, മൊത്തം കുളമായിട്ട് കിടക്കുകയാണ്. ചായയും കൂടെ തിളപ്പിച്ചു കേട്ടോ. ഇപ്പോൾ രാവിലെ അവർക്ക് ചായ തിളപ്പിച്ച് അവർക്ക് കുടിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് പാല് ഞാൻ എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വരുന്ന സമയത്ത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കണം. കുറച്ചേ വാങ്ങിയുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് വാങ്ങിച്ച് വെക്കണ ശീലം എനിക്കില്ല. ആവശ്യത്തിന് മാത്രം ശകലിച്ച് വാങ്ങിച്ചു വെക്കും. പിന്നെ ആവശ്യം വരുമ്പോൾ പിന്നെ പോയി വാങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം കേട് വന്ന് നശിച്ചു പോകുന്നത് ശ്യാമിന് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ നശിപ്പിച്ചൊക്കെ കളയും, പക്ഷേ ശ്യാമിന് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് എല്ലാം അടുക്കി പെറുക്കി അതിൻ്റെതായ ബോക്സിലൊക്കെ ഇട്ട് വെക്കും. ഹലോ, ഇപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി കുറച്ച് പിള്ളേരെ പഠിപ്പിക്കണം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അതുപോലെ പച്ചക്കറി അരിഞ്ഞ് നാളത്തേക്കുള്ള റെഡിയാക്കാനുണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്, എല്ലാം ഉണ്ട്. അത് പിന്നെ ഒരു ദിവസം നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ബൈ, see you. Thanks guys, keep watching more of my videos. Tata, bye bye, see you.